അതിലെ രാഷ്ട്രീയം ഇപ്പോൾ പറഞ്ഞത് വേറെ ഒറ്റ കാര്യം നിങ്ങൾ മാധ്യമങ്ങൾ കാണണം. അതിനാണ് പറയുന്നത്. ഇത് രതീഷ് PK എന്ന് പറയുന്ന ഒരു ഹാൻഡിലാണ്, കോൺഗ്രസിൻ്റെ ഒരു ഹാൻഡിലാണ്. ഇതിലെ ശബ്ദം നിങ്ങൾ നോക്ക്. ഈ പാട്ടാണ് കൊടുക്കുന്നത്, നിങ്ങൾ കണ്ടു കാണും. ഇതിൽ ഞങ്ങളുടെ ഇങ്ങനെ കൊടുക്കുക, ഇത്രയും വൾഗറായിട്ട് വേറെ പാട്ടിട്ട് വക്രീകരിച്ച് DYFIയുടെ സംസ്ഥാന നേതാക്കന്മാരുടെയും ഇടതുപക്ഷ നേതാക്കന്മാരുടെയും ഒക്കെ ചിത്രം കൊടുത്ത് കാണുന്നില്ല നിങ്ങൾ, വക്രീകരിച്ച് ഇവർ ഓരോരുത്തരുടെയും ഇംഗിതത്തിന് അവരുടെ മനോവൈകൃതത്തിനനുസരിച്ച് ഇതിനെ അങ്ങ് പ്രചരിപ്പിക്കുക. എന്നിട്ട് ഞങ്ങളുടെ സമ്മേളനത്തെ മോശമാക്കി കാണിക്കുക, DYFIയെ മോശമാക്കി കാണിക്കുക. അതിൻ്റെ രാഷ്ട്രീയമൊക്കെ സഖാവ് സനോജ് ഇവിടെ സൂചിപ്പിച്ചു. ഈ രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന, ഇപ്പോഴും ചർച്ച ചെയ്യേണ്ട പ്രസക്തമായ ഈ കാലഘട്ടത്തിൽ ഒരു ആവിഷ്കാരത്തെ എന്തിനാണ് ഇങ്ങനെ ചിത്രീകരിക്കുന്നത്? ഇതൊക്കെ ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും BJPയുടെയും ഒക്കെ നേതാക്കളാണ് ഇങ്ങനെ മോശമായി ചിത്രീകരിക്കുന്നത്. ഇത് ഞങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ചിന്താ ജെറോമിൻ്റെ ഫോട്ടോ വെച്ച് ടൈപ്പ് ചെയ്തത്. ഒരു കമൻറ്റ്, എൻ്റെ പോസ്റ്റിനടിയിലുള്ള കമൻറ്റ് PK ശ്രീമതി ടീച്ചറെ കുറിച്ചാണ്. എന്താ ഇവിടെ നടക്കുന്നത്? ഇതിനൊരു നിയന്ത്രണം വേണ്ടേ? എന്ത് തോന്നിവാസവും വിളിച്ചു പറയുന്ന തരത്തിലേക്ക് എങ്ങനെയും ഒരു കലാകാരിയെ അപമാനിക്കുകയും അതുപോലെ തന്നെ ഇതിനെ മറ്റ് ചിത്രങ്ങളിൽ വെട്ടിയൊട്ടിച്ച് പല രീതിയിൽ പ്രചരിപ്പിക്കുക ഈ സോഷ്യൽ മീഡിയയിലൂടെ. ഇതിന് കയറൂരി ഇട്ട് കൊടുക്കുക. VD സതീശൻ്റെ ടീം, സോഷ്യൽ മീഡിയ ടീം MDMA സംഘമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഞങ്ങൾ മാത്രമല്ല, മാധ്യമങ്ങൾ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ കോർഡിനേറ്റർമാർ ഈ MDMA ലഹരി മാഫിയ സംഘമാണ് ഈ സോഷ്യൽ മീഡിയ നിയന്ത്രിക്കുന്നത് എന്ന്. ആ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ സംഘമാണോ ഇങ്ങനെ ഹീനമായ വൃത്തികെട്ട ഈ പ്രചരണം നടത്തുന്നത്? എന്താ അവരുടെ ഉദ്ദേശം? നിയന്ത്രിക്കണ്ടേ ഇത്? ഞങ്ങൾ എത്ര തവണ പറയുന്നു. തിരുവനന്തപുരത്ത് നമുക്കറിയാമല്ലോ, മത്സ്യത്തൊഴിലാളിയുടെ കുടുംബം, ആ പെൺകുട്ടി ഇറങ്ങി വന്ന് പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ സത്യസന്ധമായി ആത്മാർത്ഥമായി പറഞ്ഞ കാര്യത്തിനടിയിൽ പോയി കമൻറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടില്ലേ? ഇതൊക്കെ ആരാ ചെയ്യുന്നത്? ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിൻ്റെയും ഈ പറയുന്ന മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ നേതാക്കന്മാർ ഉൾപ്പെടെ, BJPയുടെയും ഒക്കെ നേതാക്കന്മാർ ഉൾപ്പെടെ പോസ്റ്റ് ചെയ്യുക.